എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുരയുടെ രൂപം കണ്ട് സാക്കുറ ആവട്ടെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അതിന് ഗ്രാൻഡ്മ അവനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അതവന്റെ യഥാർത്ഥ രൂപമല്ല. അവൻ ആക്ച്വലി ഒരു പപ്പഡ് മാസ്റ്റർ ആണ്. അതുകൊണ്ടാണ് പപ്പടിന്റെ രൂപം ധരിച്ച് അവൻ അങ്ങനെ നിൽക്കുന്നത്. അവന്റെ യഥാർത്ഥ രൂപം അതാ പപ്പടിന്റെ ഉള്ളിലാണുള്ളതെന്ന് പറയുമ്പോ സാക്കുറ ആവട്ടെ വണ്ടറടിച്ച് നിൽക്കും. ഗ്രാൻഡ്മ പറയും പപ്പഡ് മാസ്റ്റർ ഒരിക്കലും അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യില്ല. അവർക്ക് ലോങ്ങിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് ഏറെ ഇഷ്ടം. അതുകൊണ്ട് അവരുടെ അടുത്തെത്തിയാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊരിക്കൽ ഷിനോ കങ്കൂറയുടെ തൊട്ടടുത്ത് വന്ന് അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചത്. സാസുരി ഇവിടെ അവന്റെ തൊട്ടടുത്തേക്ക് ആരും വരാതിരിക്കാനാണ് ഈ ഒരു പപ്പട് ഒരു കവചമായിട്ട് അവന്റെ ബോഡിയിൽ ധരിച്ചിരിക്കുന്നത്. അതൊരു ഷീൽഡായിട്ടും അതുപോലെ തന്നെ ഒരായുധമായിട്ടാണ് അവൻ ഉപയോഗിക്കുക. ഈ ഒരു ബ്രഹ്മാണ്ഡ പപ്പടിന്റെ പേരാണ് ഹിറുക. അതിന് സാസുരി പറയും, ഈ ഒരു ഹിറുക പപ്പട് അതിനെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ബോഡിയിലേക്ക് ആഡ് ചെയ്തതെന്ന് നിനക്ക് കേൾക്കണോ? ആദ്യം ഞാൻ എൻ്റെ ഓർഗൻസ് പുറത്തെടുത്തു, അത് ബ്ലഡ് ഉപയോഗിച്ച് കഴുകി, അതിനുശേഷം എൻ്റെ ബോഡിയിലേക്ക് ഞാനിത് ആഡ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ബോഡി അത് തകർത്തില്ലാതാക്കി അവരെല്ലാവരെയും ഞാൻ വെറും പപ്പടുകളായി മാറ്റിയെന്ന് പറയുമ്പോൾ അവൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വരും. എൻ്റെ കളക്ഷനിൽ ചെറിയ കുട്ടികൾ പോലും ഉണ്ട്. അത്തരത്തിൽ 300 എണ്ണത്തോളം ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആർട്ട് എന്ന് പറഞ്ഞ് സാസുരി ആവട്ടെ അവൻ കുലുങ്ങി കുലുങ്ങി ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷി നറൂട്ടോയും ദേദുരയുടെ പിന്നാലെ പോയി അവനെ നോക്കി നിൽക്കുകയാണ്. കുട്ടപ്പൻ ഗാറേത്ത എന്ന് പറഞ്ഞ് ഇപ്പൊ നില വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ദേദുര അവൻ ഗാറയുമായിട്ട് വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കാഷിയെ ഡൈവേർട്ട് ചെയ്യാൻ അവൻ പഠിച്ച പണി 18 നോക്കുമെങ്കിലും അവനെ കൊണ്ട് കഴിയില്ല. കാക്കാഷി ആവട്ടെ അവന്റെ ശരീരം കണ്ണും തുറന്നു വെച്ച് അവനെ നോക്കി നിൽക്കുമ്പോ ഇവിടെ ഗ്രാൻഡ്മ ഷോക്കായിട്ട് അവന്റെ കഥ കേട്ട് തല താഴ്ത്തി നിൽക്കും. 300 പേരെ നീ നശിപ്പിച്ചോ? ഒരുപാട് കാലം ഇവൻ നല്ല നല്ല പപ്പടുകളെ ഉണ്ടാക്കി ഒരു പപ്പഡ് മാസ്റ്റർ ആയിട്ട് ജീവിച്ചു. അവന്റെ പവറും എനർജിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവൻ പപ്പടുകളെ മാത്രമാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവൻ ഒടുവില് ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവന്റെ ഹിറുക പപ്പട് അത് അടുത്തൊരു ഗ്രാമത്തിലെ ഷിനോബിയെ ഉപയോഗിച്ചാണ് അവൻ ക്രിയേറ്റ് ചെയ്തത്. ഇത് ഹ്യൂമൻ ഫോമിലുള്ള ഒരു പപ്പടാണ്. അതിനെയാണ് അവൻ ആർട്ട് എന്ന് വിളിക്കുന്നത്. ഉടനെ അവൾ ഞെട്ടി എഴുന്നേക്കും. ഹ്യൂമൻ പപ്പടോ? അതെങ്ങനെയും ചോദിക്കുമ്പോ അതിന് സാസുരി, എൻ്റെ പപ്പടിന്റെ പവർ അതിനെ ഒരിക്കലും നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. എനിക്ക് ഈ പപ്പട് വെച്ച് ഒരുപോലെ ഫൈറ്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും കഴിയും. അതിന് ഗ്രാൻഡ്മ പറയും, അവനെ വെറുതെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിനാദ്യമായിട്ട് ഇറുക പപ്പടിന്റെ പുറത്തേക്ക് അവനെ കൊണ്ടുവരണം. അതിനുശേഷം മാത്രമേ നമുക്കവനെ കൊല്ലാൻ കഴിയൂ. സാക്കുറ ടെൻഷനായിട്ട് അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഗ്രാൻഡ്മ പറയും, അതിനൊരു വെപ്പനുണ്ട്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ സാക്കുറയ്ക്ക് ഒരുപാട് സന്തോഷാവും. നിങ്ങളുടെ ബ്രെയിൻ അത് മരണമാസാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യം അറിയാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവനെ തോൽപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നത്. കാരണം ഈ ഒരു പപ്പടിനെ കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ അടിക്കുന്ന അടി അത് കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കും സംശയമുണ്ടെന്ന് പറയുമ്പോൾ സാക്കുറ ആവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. മറ്റൊന്നുമല്ല, ഞാൻ അവസാനമായിട്ട് കാണുമ്പോൾ ഈ ഒരു പപ്പടിന്റെ പവർ അത് ഇത്രക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിന്റെ പവർ, അതിന്റെ എബിലിറ്റി എല്ലാം വളരെ കൂടുതലാണ്. അതുമാത്രമല്ല അവന്റെ ബോഡിയിൽ സീക്രട്ട് വെപ്പൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാസുരിയുടെ ഓരോ അറ്റാക്കും അത് നമ്മൾ ഡിഫീറ്റ് ചെയ്യണം. ഗ്രാൻഡ്മ പറയും, ഇവനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷെ നിന്നെ കൊണ്ട് കഴിയും. അതിനെന്റെ കയ്യില് ഒരു സൂത്രവിദ്യയുണ്ട്. പക്ഷേ നിന്റെ അത്രയും പവർ എനിക്കില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ലേഡി സുനൈരിനെയാണ്. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കേട്ട് അതുപോലെ തന്നെ നീ ഇപ്പൊ ചെയ്യണം. നിന്റെ മുഴുവൻ സ്ട്രെങ്ത്തും എടുത്ത് കൈ ചുരുട്ടി ഇവന്റെ പപ്പടിനെ അതിനെ ഇട്ടിച്ച് നശിപ്പിക്കണം. പക്ഷെ നീ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം അവന്റെ ബോഡി മുഴുവൻ തന്നെ ഇപ്പൊ ഹിഡൻ പോയിസൺ ആണ്. മെല്ലെ ഒരു സ്ക്രാച്ച് വീണാൽ പോലും അത് വളരെ വലിയ അപകടമാണ്. എന്തെങ്കിലും സംഭവിച്ചാ നിനക്കും കങ്കൂറയുടെ അതേ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അവന്റെ ഓരോ ഫൈറ്റും നീ ഡിഫീറ്റ് ചെയ്യണം. സാക്കുറയ്ക്ക് ടെൻഷനുണ്ട്. പക്ഷെ വേറെ വഴിയില്ലാതെ അവളാവട്ടെ ഗ്രാൻഡ്മ പറഞ്ഞതനുസരിച്ച് സാസുരി ഇട്ടിക്കാനായിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കും. അമ്മൂമ്മ പതിയെ അവളുടെ ക്യാപ്പ് അഴിച്ചു മാറ്റി, നീ ഇപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് നോക്കണം. എനിക്കിതുപോലത്തെ ബാറ്റിലിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല
ഞാൻ അവൻ്റെ അമ്മൂമ്മ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫൈറ്റ് അത് ഞാൻ തന്നെയായിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ സാസുരി അവൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യില്ല. കാരണം അവന് വെയിറ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. അതിനെല്ലാം മുമ്പ് ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഗ്രാൻഡ്മ ആവട്ടെ ഇപ്പൊ സാക്കുറയെ അടുത്തേക്ക് വിളിക്കും. സാസുരിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്താ ഇവര് പ്ലാൻ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവൻ അവരെ നോക്കി നിൽക്കും. അമ്മൂമ്മയുടെ പ്ലാന് കേട്ട് ഇപ്പൊ സാക്കുറ ആവട്ടെ വണ്ടർ അടിച്ച് ഇതാണോ നിന്റെ പ്ലാൻ എന്ന് അമ്മൂമ്മയോട് ചോദിക്കും. സാക്കുറയ്ക്ക് വേറെ വഴിയില്ല. അവളാവട്ടെ എന്തായാലും ഒരു കൈ നോക്കാന്നും പറഞ്ഞ് ഇപ്പൊ വില്ലന് നേരെ ഓടാനായിട്ട് തുടങ്ങും. സാസുരയും വിട്ടുകൊടുക്കില്ല. അവന് മുഴുവൻ പവർ എടുത്ത് ഇപ്പൊ സാക്കുറയ്ക്ക് നേരെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ പപ്പടിന്റെ വാ അത് തുറന്നുകൊണ്ട് ഇപ്പൊ ബുള്ളറ്റുകള് അവൻ സാക്കുറയ്ക്ക് നേരെ തെറിപ്പിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ ദേതുര പറയും ആ ഒരു ചെറിയ പെണ്ണിനെയും അമ്മൂമ്മയും സാസുരി തീർച്ചയായിട്ടും ചുരുട്ടിക്കൂട്ടി ദൂരെ എറിയും. കാരണം അവന്റെ ബാറ്റില് അത് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അവന്റെ ഫൈറ്റ് അത് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ രക്ഷിച്ചോന്ന് അവൻ കാക്കാഷിയോട് വിളിച്ചു പറയും. അതിന് നറൂട്ടോ പറയും നീ എത്രയും പെട്ടെന്ന് സാക്കുറെ രക്ഷിക്കണം. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ കാക്കാഷിക്കറിയാം അവൻ നിസ്സാരക്കാരനല്ല. ഓൾറെഡി കസികയ്ക്കായിട്ടുള്ള ഗാറയെ പോലും അവൻ സിമ്പിളായിട്ട് തട്ടിക്കൊണ്ടു പോയവനാണ്. നറൂട്ടോ കുട്ടപ്പൻ ഒരിക്കലും അവന്റെ മുൻപില് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. പക്ഷെ അതേസമയം ഇപ്പൊ സാക്കുറയും വലിയ അപകടത്തിലാണ്. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവനാവട്ടെ വണ്ടർ അടിച്ചു നിൽക്കുന്ന അതേ സമയത്ത് ദേതുറ അവനവന്റെ കൈ നീട്ടി ക്ലൗൺ ക്രിയേറ്റ് ചെയ്ത് വലിയൊരു പക്ഷിയെ കൂടെ ഇപ്പൊ പുറത്തേക്ക് എടുക്കും. അത് കണ്ട് നറൂട്ടോ ആവട്ടെ നോ എന്ന് പറഞ്ഞ് അലറിക്കാറി അവന്റെ അടുത്തേക്ക് ചാടിച്ചെന്ന് എന്റെ ഗാറയെ തിരികെ തടാന്ന് പറഞ്ഞ് കൈ ചുരുട്ടി അവനെ ഇടിക്കാൻ നോക്കും. പക്ഷെ ദേതുര അവൻ ചില്ലറക്കാരനല്ല. അവൻ നൈസായിട്ട് കുട്ടപ്പനെ തട്ടി മാറ്റി അവിടുന്ന് എസ്കേപ്പ് ആവും. അവൻ കുട്ടപ്പനെ വെട്ടിത്തെറിപ്പിച്ച് അവന്റെ പക്ഷി ഉപയോഗിച്ച് വീണ്ടും കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട കാക്കാഷി ആവട്ടെ അവന്റെ ശരീരം പവറുകൊണ്ട് ആ ഒരു പക്ഷിയെ അങ്ങനെ തന്നെ തകർത്തു കളയും. അപ്പൊ കുട്ടപ്പൻ അവൻ വീണ്ടും ചാടി വന്ന് എടാ മണ്ട എന്റെ ഗാറയെ തിരിച്ചതാ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നെ ഇടിച്ച് സൂപ്പാക്കുന്നു പറയും. അതേസമയം ഇവിടെ സാക്കുറ അവളാവട്ടെ ആ ഒരു സാസുരി വില്ലിന്റെ ബുള്ളറ്റ്സ് എല്ലാം തട്ടിത്തെറിപ്പിച്ച് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഗ്രാൻഡ്മയും വിട്ടുകൊടുക്കില്ല. ആളും ആളെ കൊണ്ട് കഴിയുന്നത് പോലെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അമ്മൂമ്മ ചാടി മറിഞ്ഞും അവന്റെ ഓരോരോ ബുള്ളറ്റ്സ് ആയിട്ട് ഇപ്പൊ തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സാക്കുറയും തട്ടി മാറ്റി അവന്റെ അടുത്തേക്ക് വരുന്ന കാണുമ്പോ അവന്റെ കിളി പോയി അവരെ നോക്കി നിൽക്കും. അവനൊന്നും മനസ്സിലാവില്ല. അവൻ ടെൻഷനായിട്ട് അവന്റെ കയ്യിലുള്ള അടുത്തൊരു വെപ്പൻ അവർക്ക് നേരെ വലിച്ചെറിയും. അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരുപാട് ബുള്ളറ്റ്സ് അത് പുറത്തേക്ക് വരും. പക്ഷെ നമ്മുടെ സാക്കുറയും വല്യമ്മയും അതും ഈസി ആയിട്ട് തട്ടിത്തെറിപ്പിച്ച് വീണ്ടും അവന്റെ അടുത്തേക്ക് വരും. ഉടനെ അവൻ ഞെട്ടി എഴുന്നേക്കും. ഇവക്കെങ്ങനെ കറക്റ്റായിട്ട് എന്റെ ഓരോ ബുള്ളറ്റ്സിനെയും ഇപ്പൊ തട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്നു? ഗ്രാൻഡ്മയ്ക്ക് ഓൾറെഡി എന്റെ ഫൈറ്റിനെ കുറിച്ച് അറിയാം. പക്ഷെ ഇവൾക്കെങ്ങനെ ഇത് സാധിക്കുന്നു? ഗ്രാൻഡ്മ ആവട്ടെ ഇപ്പൊ സാസുരിയെ നോക്കി കൂളായിട്ട് നിൽക്കും. ഇവിടെ സാക്കുറ അവളുടെ മുഴുവൻ പവറും എടുത്ത് കൈ ചുരുട്ടി അവന് ടാഞ്ഞൊരു അട്ടി അങ്ങോട്ട് കൊടുക്കും. ആ ഒരു അടിയില് അവൻ കിടുങ്ങി വിറയ്ക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ എന്റെ ഗാറ അവനെ വിട്ടതാന്നും പറഞ്ഞ് ഇപ്പൊ ദേതുരയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ദേതുര പറയും നിന്റെ ബോഡിയില് ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ പവറില്ലേ അതുപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് നീ നിന്റെ കൂട്ടുകാരനെ രക്ഷിക്ക്. അവൻ ചിരിച്ചിട്ട് പറയും ഞാൻ ഇതുവരെ 2 മോൺസ്റ്റേഴ്സിന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മോൺസ്റ്ററിനെ രക്ഷിക്കാനായിട്ട് മറ്റൊരു മോൺസ്റ്റർ വരുന്ന കാണുന്നത്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഇപ്പൊ കാക്കാഷി ആവട്ടെ അവന്റെ ശരീരം കണ്ണുവെച്ച് ദേതുരെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ദേതുര ആവട്ടെ അവൻ ഓരോരോ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. ഗാറെ പിടിച്ചോണ്ട് വന്നത്, അവന്റെ പവർ അബ്സോർബ് ചെയ്തത്, ആ ഒരു കണ്ണ് അത് തുറന്നത് എന്നിങ്ങനെ എല്ലാ കാര്യവും അവൻ കുട്ടപ്പനോട് പറയും. നീ ഒരുപാട് വൈകിപ്പോയി. നിന്റെ ഫ്രണ്ട് ഗാറ അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കേട്ട് കുട്ടപ്പനാവട്ടെ അവന്റെ 9 ടൈൽ ഫോക്സിന്റെ പവർ പോലും ഇപ്പൊ പുറത്തേക്ക് വന്ന് കലി കേറി നിൽക്കും. ഇവിടെ സാക്കുറയുടെ അടി കിട്ടി അവൻ കറങ്ങി നിലത്ത് അടിച്ചു വീഴുമ്പോ അവന്റെ പപ്പട് അത് പൊട്ടിത്തെറിച്ച് യഥാർത്ഥ സാസുരി ആവട്ടെ ഇപ്പൊ ഒരു മൂലയ്ക്ക് പോയിരിക്കും. അത് കണ്ട് ഗ്രാൻഡ്മ പറയും 20 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ മുഖം അത് കാണാൻ പോവുകയാണെന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.